ഭാരവാഹികളുടെ അധികാര തർക്കവും യോജിപ്പില്ലായ്മയും ആരോപണ പ്രത്യാരോപണങ്ങളും കാരണം താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. സംഘടനയിൽ പുതിയ ഭാരവാഹികൾ വന്നതോടെ തുടങ്ങിയ ആഭ്യന്തര കലഹം അതിരുവിട്ട അവസ്ഥയിലാണ്. അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ പറയുന്നത് സംഘടനയിലെ പല കാര്യങ്ങളും തനിക്കറിയില്ല എന്നാണ്. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുതിർന്ന താരങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ തലപ്പത്ത് നിന്ന് മാറാൻ തയ്യാർ എന്ന് ശ്വേത മേനോൻ പറഞ്ഞു. എന്നാൽ താൻ തോൽക്കാൻ അല്ല വന്നത്, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എക്സിക്യൂട്ടീവിനുള്ളിൽ തന്നെ ചിലർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കുറച്ചു കാലമായി അമ്മ ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് തനിക്കറിയില്ല. സെക്രട്ടറിയും ട്രഷററുമാണ് എല്ലാം ചെയ്യുന്നത് എന്നും ശ്വേത മേനോൻ പറയുന്നു. കുക്കു പരമേശ്വരനോട് തനിക്ക് ഒരു ഈഗോ പ്രശ്നവുമില്ല. അൻസുബയുടെ പ്രശ്നം വ്യക്തിപരമായിരുന്നു. അമ്മയ്ക്കതിൽ ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ നടക്കുന്ന പ്രശ്നത്തിൽ അമ്മ എങ്ങനെ ഇടപെടുമെന്ന് ശ്വേത ചോദിക്കുന്നു. ടിനി ടോമിനെതിരായ അൻസുബയുടെ പരാതി മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നതെന്ന് ശ്വേത പറഞ്ഞു. അൻസുബയുടെ പരാതി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. അതാണല്ലോ അമ്മയുടെ കോടതി. അമ്മയെ നാറ്റിക്കാനുള്ള അജണ്ട ആണോ അൻസുബയ്ക്കെന്നും അതോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് അറിയില്ലെന്നും ശ്വേത പറഞ്ഞു. സ്ത്രീകൾക്ക് നയിക്കാൻ പറ്റില്ല എന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ശ്വേത പറഞ്ഞു. അതേസമയം താരസംഘടനയ്ക്കുള്ളിലെ പൊട്ടിത്തെറികളിൽ മൗനം പാലിക്കുകയാണ് മുതിർന്ന താരങ്ങളും നേരത്തെ സംഘടനയെ നയിച്ചവരും. അടുത്ത മാസം 21-ന് ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ എല്ലാം ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് പലരും. പുറത്തു പറയുന്നതെങ്കിലും ശ്വേത മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ ഒട്ടുമിക്ക നടീനടന്മാർക്കും അടുത്ത അമർഷമുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിലും ശ്വേത മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ ഒട്ടുമിക്ക നടീനടന്മാർക്കും കടുത്ത അമർഷമുണ്ട്. നേതൃത്വം മാറണം എന്നാണ് പലരുടെയും അഭിപ്രായം. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച അൻസിബ ഹസൻ കഴിഞ്ഞ ദിവസമാണ് സംഘടനാ നേതൃത്വത്തിനെതിരെയും ടിനി ടോമിനെതിരെയും തുറന്നടിച്ച് രംഗത്ത് വന്നത്. തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചു, അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി, പോലീസിന് വ്യാജ പരാതി നൽകി തുടങ്ങി ഗുരുതര പരാമർശങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പ് രംഗത്ത് വന്നു. കുടുംബമേളയ്ക്കിടെ ടിനി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സംഘടനയ്ക്ക് പരാതി നൽകി. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തു വന്നത്. പ്രസിഡന്റ് നിയമിച്ച ഓഫീസ് മാനേജരെ ജനറൽ സെക്രട്ടറി പുറത്താക്കിയത് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാരണമായി. ട്രഷറർ ഉണ്ണി ശിവപാലിന് നിർബന്ധിതാവധി നൽകേണ്ടി വന്നതും മാനക്കേടായി. അമ്മ ഭരണസമിതി അംഗമായ ടിനി ടോമിനെതിരെ അൻസിബയ്ക്ക് പിന്നാലെ നീന കുറുപ്പും ആരോപണമുന്നയിച്ചു. അൻസിബയ്ക്കെതിരെ കേസ് നൽകിയ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി രംഗത്ത് വന്നു. തന്നെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചെന്നും അപവാദം പ്രചരിപ്പിച്ചെന്നുമാണ് അൻസിബ വെളിപ്പെടുത്തിയത്. ടിനിക്കെതിരെ ഒടുവിൽ നീന കുറുപ്പും രംഗത്ത് വരികയായിരുന്നു.